ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഇതാ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ്. അപ്പം കുഞ്ഞൻ റോഡിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് അങ്ങോട്ട് നടന്ന് ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ നടന്ന് റോഡിൽ ചെന്നപ്പോഴത്തേക്ക് കറക്റ്റ് സമയത്ത് തന്നെ കുഞ്ഞനും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൂനമ്പായിക്കുളത്ത് അമ്പലത്തിൻ്റെ അതിലെ കൂടെ ആട്ടോ പോയത്. കുറേ പേര് ചോദിച്ചായിരുന്നു കൂനമ്പായിക്കുളത്ത് അമ്പലത്തിൻ്റെ അടുത്താണോ വീട്. അല്ല കേട്ടോ, നമ്മൾ അതുവഴി പോകുമ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോസാണ്. നമ്മൾ NS ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോയത്. തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മെഴുകുതിരിയൊക്കെ പിടിച്ചിട്ട് പള്ളിയിലായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും പോകുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ ഒരു ഐസ്ക്രീം മേടിച്ചു. അത്ര കൊള്ളില്ലായിരുന്നു കേട്ടോ. ഇന്നത്തെ എന്തിൻ്റെ ഫ്ലേവറാണെന്ന് എനിക്ക് അറിയത്തേ ഇല്ല. ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അത്ര സുഖമില്ലായിരുന്നു. കുഞ്ഞിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചുകൊണ്ട് കൊടുത്തതാണ്. പിന്നെ ഇതാ നമ്മളിവിടെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നീട് രാത്രിയിൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ ഇന്ന് കറി ഇത്തിരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമുക്കിന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞൻ കഴിക്കത്തേ ഇല്ല കേട്ടോ. ആൾക്ക് മുട്ട വറുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പിന്നെയും പറയും ശരി ഞാൻ കഴിക്കാമെന്ന്. എനിക്ക് വയ്യാത്ത ഒരു ഇത് വെച്ചിട്ട് മാത്രമാണ് ഈ മനുഷ്യൻ കഴിക്കുന്നത്. ചില സമയത്ത് അമ്പിലും മില്ലിലും എടുക്കത്തില്ല കേട്ടോ. ഗോതമ്പ് ദോശ എന്നൊക്കെ പറഞ്ഞാൽ പറയും എനിക്കൊന്നും വേണ്ട, ഞാൻ പട്ടിണി കിടന്നോളാം എന്നൊക്കെ പറയും കേട്ടോ. ഇതുപോലുള്ള ചേട്ടന്മാരാണോ നിങ്ങളുടെ വീട്ടിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയാമല്ലോ, അതോ എനിക്ക് മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്ന്. അങ്ങനെ ഇതാ മാവൊക്കെ കലക്കി പിന്നെ ഇതാ ദോശക്കല്ലിനകത്തൊക്കെ ഒഴിച്ച് ദോശ ഇടാനുള്ള ഒരുക്കമാണ്. മീൻകറി ആട്ടോ ഇരിക്കുന്നത്. അപ്പം മീൻകറിയും ദോശയും പിന്നെ ഒരു മുട്ട വറുത്തതും കൂടെ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചു. ആദ്യത്തെ മുട്ട പൊട്ടി ചോദിച്ചപ്പോൾ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. എന്നാ വാടയായി മുട്ട ചീഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലായിരുന്നു. ഛർദ്ദിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. എനിക്കങ്ങ് അത്രയ്ക്കങ്ങ് മനമറിച്ച് കയറി വന്നു. പിന്നെ വേറൊരു മുട്ട എടുത്തു കേട്ടോ. അത് മാറ്റി വെച്ചിട്ട് അതിനി പുറത്തെങ്ങാനും കൊണ്ടുപോയി കളയണം. ഭയങ്കര സ്മെല്ലാണ് ഈ സാധനത്തിന്. അങ്ങനെ നമ്മുടെ ദോശയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മുട്ട വറുക്കാൻ ഉള്ളത് ഉള്ളിയൊക്കെ ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതാ ഞാനാണെങ്കിൽ ഈ പച്ചക്കറിയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് വെക്കണം. ഇന്ന് രാത്രിയിൽ നല്ല പണിയുണ്ട്. ഇത് ഞാൻ പകൽ ചെയ്ത് വെക്കാമെന്ന് ചോദിച്ചു. പക്ഷെ പകൽ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ രാത്രിയിൽ അങ്ങ് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പയർ നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ എല്ലാം സെപ്പറേറ്റ് ആക്കി ഒന്ന് വെക്കുമായിരുന്നു കേട്ടോ. അതായത് അതിനകത്ത് നിന്ന് ഈ അരിയാൻ പറ്റാത്ത ടൈപ്പ് പയറുണ്ടല്ലോ, ഇച്ചിരി മുറ്റിപ്പോയതൊക്കെ, അതിങ്ങനെ ഇളക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതാ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് വന്നു കേട്ടോ. ഇതിനൊന്നും അരിഞ്ഞെടുക്കണം. ഇന്ന് കുറച്ച് കൂടുതൽ സാധനങ്ങൾ നമ്മളൊന്ന് അരിഞ്ഞൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബീട്രൂട്ട് ഒന്ന് ചെത്തിയെടുക്കാം. ബീട്രൂട്ട് തോരനും പിന്നെ കുറച്ച് ഞാൻ കുറേ സാധനങ്ങൾ അരിയാനുണ്ട്. അവിയലിന്, തോരന്, മെഴുക്ക് പുരട്ടിക്കൊക്കെ അരിയാനുണ്ട്. അപ്പോൾ ആദ്യം ബീട്രൂട്ട് തോരനുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതായത് ഇതിൻ്റേത് തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ ചോപ്പറിനകത്ത് കുഞ്ഞൻ ആക്കി തരാമെന്ന് പറഞ്ഞു. എനിക്കിട്ട് വലിക്കാൻ വയ്യ. അതുകൊണ്ട് കുഞ്ഞൻ പറഞ്ഞു അത് ഞാൻ ആക്കി തരാം, നീ ബാക്കിയുള്ള ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഈ ചോപ്പറിനകത്ത് അരിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇതാ ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെത്തിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 5-6 ഇതെടുക്കുന്നുണ്ട്, ബീട്രൂട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തിയൊക്കെ എടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് നമ്മുടെ അടുത്ത് ബർത്ത്ഡേ വിഷസൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോയിൽ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. കുറച്ച് പേരൊക്കെ പേര് റെയ്ന മറിയത്തിൻ്റെ അനിയത്തിയുടെ കല്യാണം ഓഗസ്റ്റ് 25-നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. ഹാപ്പി മാരേജ് ലൈഫ്. ഒരുപാട് നാളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇനി ബർത്ത്ഡേ വിഷസ് ഉണ്ട്. പാറു അക്ഷയുടെ ചേച്ചിയുടെ മകനായ അഭിഷേകിൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 25-നും ബിനിത കെ മധുവിൻ്റെ ചേച്ചിയുടെ മകളായ അഫിയയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 27-നും കാർത്തികയുടെ മകളായ സ്വസ്തിയുടെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 3 പേർക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മക്കളെ. ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ചക്കരയും വേണ്ടി കേട്ടോ. പിന്നെ രാജി ജയൻ്റെ വെഡിങ് ആനിവേഴ്സറി ഓഗസ്റ്റ് 27-നും ജോഷ്ന സാഗറിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഓഗസ്റ്റ് 29-നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പേർക്കും നമ്മുടെ ഫാമിലിയുടെയും വിശ്വാസം അറിയിക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇതാ നമ്മൾ ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി റെഡിയാക്കി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. മണ്ണ് വീണിട്ടുണ്ടായിരുന്നു ഈ ബീട്രൂട്ടിനകത്ത് നിന്നൊക്കെ. അപ്പോൾ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ ആ മണ്ണ് നമ്മളുടെ ഫുഡിനകത്തോട്ട് ആകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ
അതൊന്ന് തുടച്ചതിന് ശേഷം പിന്നീട് അരിഞ്ഞ് ഒക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. ഇനിയൊന്ന് പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ബീട്രൂട്ട് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ചെറിയ പീസാക്കി കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ അതൊന്നും ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയൊക്കെ എടുത്തു. പക്ഷേ ഇതിനകത്ത് എനിക്ക് 8ൻ്റെ പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ബീട്രൂട്ട് ഞാൻ ഈ ചോപ്പർ വാങ്ങിച്ചിട്ട് 2 തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതുകൂട്ട് അനുഭവം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്കിത് ശരിക്കും ഇന്ന് ഈ ചോപ്പർ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഇതെനിക്കിന്ന് കൂടുതലായിട്ട് സാധനങ്ങൾ അരിഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഉപ്പാടും പന്തിരേടിയും വരും. അതുകൊണ്ട് ഈ ചോപ്പർ ഉള്ളതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ ഒക്കെ കുഞ്ഞൻ വന്ന് എനിക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഈ കുഞ്ഞിനെ അരിയാനും പറക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. ഇതായതുകൊണ്ട് ആൾക്കിട്ടൊന്ന് വലിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്തായാലും ആ ഒരു ബീട്രൂട്ട് എല്ലാം എനിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഞങ്ങൾ എന്താ പറയുക, സവോള ഞാൻ ഇതുകൂടി ചെറിയ പീസാക്കി കട്ടാക്കിയിട്ടിട്ട് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇട്ടു. പിന്നെ ഇതാ ഈ ഒരു സാധനം അതോടെ നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് വരുന്നേ ഇല്ലായിരുന്നു കേട്ടോ. വലിക്കുക നിൽക്കുക ആ ഒരു പരിപാടിയായിരുന്നു. അതായത് ചോപ്പറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഞങ്ങൾക്ക് അത് പിന്നെ അത് അരിഞ്ഞെടുക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. പിന്നെ എന്തോ ഇട്ടിട്ടും അരിഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. അതെടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. എൻ്റെ ക്യാഷ് വെറുതെ പോയി എന്ന് വേണം പറയാൻ. ഇതുകൊണ്ട് കൈകൊണ്ട് എടുക്കുന്നതിന് എന്നായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചോപ്പർ ചീത്തയായി പോയി. ഇനി അതെന്തോ ചെയ്യണമെന്നും എനിക്കറിയാൻ വയ്യ. ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചീത്തയായി പോയി. പക്ഷേ നല്ല സാധനമായിരുന്നു നമ്മൾ മേടിച്ചത്. പക്ഷേ ചീത്തയായി പോയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ നല്ലത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ എന്താ കുഞ്ഞൻ തേങ്ങ തിരുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ആ ഒരു ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ആ ഒരു എന്താ പറയുക തോരനിട്ടത്. ബാക്കി അന്നേരം കാരണം നമ്മളൊന്ന് അരിഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെല്ലാം ഒന്ന് ആക്കി കഴിഞ്ഞായിരുന്നു. അപ്പോഴാണ് ചീത്തയായത്. പിന്നീട് ഇത് അരിഞ്ഞെടുക്കാൻ പാടായതുകൊണ്ട് ഞാൻ പിന്നെ മിക്സിയുടെ ജാറിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തു കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ അവിയലിനുള്ളത് ഒന്ന് ചുരണ്ടി എടുക്കുകയാണ്. അതായത് ചേമ്പൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസാണ് ഞാൻ ഇപ്പോൾ ഇരുന്ന് അരിയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. അപ്പോഴത്തേക്ക് കുഞ്ഞെന്താ തേങ്ങയെല്ലാം തിരുവി സെറ്റാക്കി 2-3 തേങ്ങ തിരുവി തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആശ്വാസം. ഇല്ലെങ്കിൽ എനിക്ക് തോളത്ത് വേദനയൊക്കെ കൂടും കേട്ടോ. അതായത് ഈ തേങ്ങയൊക്കെ എനിക്ക് അധികം തിരുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ കുറേശ്ശെയായിട്ട് ഞാൻ തിരികെയൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതേപോലെയാണ് ചെയ്യുന്നത്. കുഞ്ഞൻ തിരികെ തരും. രാവിലെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രിയിലെ എല്ലാം ഒരുവിധം ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിയലിനും അരിഞ്ഞു, മെഴുക്കുവരട്ടിക്കും എല്ലാം അരിഞ്ഞു, എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചതിന് ശേഷം കവറിനകത്ത് എല്ലാം പാക്ക് ചെയ്തു എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ കവർ ഉള്ളതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. എന്തെന്ന് വെച്ചാൽ എനിക്കിന്ന് കൂടുതൽ സാധനങ്ങൾ ഉണ്ടല്ലോ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കവറിനകത്തായതുകൊണ്ട് എനിക്ക് നല്ലപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ആകെ പെട്ടുപോയേനെ. എന്തെന്ന് വെച്ചാൽ ഇത് പാത്രങ്ങളിലാകുമ്പോഴത്തേക്ക് അത്രയും സ്ഥലം പോവുകയാണല്ലോ. ഇതാകുമ്പോൾ ഒരു സൈഡിലോട്ട് ഇങ്ങനെ അമുക്കി ഒതുക്കി വെക്കാമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. എലിസബത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടെ നിന്നെ ഓർക്കുകയാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് താഴത്തോട്ടൊക്കെ എനിക്ക് വെക്കാനൊക്കെ പറ്റി കേട്ടോ. എല്ലാം ഞാൻ താഴത്തെ ട്രോയിലോട്ട് ഞാൻ എല്ലാം ഇങ്ങനെ ചരിച്ചൊക്കെ ഇങ്ങനെ പതിയെ ഇങ്ങനെ ഇറക്കി വെക്കുമായിരുന്നു. അപ്പോൾ ഇനി രാവിലെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ തളർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ബാക്ക് പെയിൻ ഇടയ്ക്ക് പിന്നെയും കൂടാൻ തുടങ്ങിയതുപോലെ ഒരു ഫീൽ കേട്ടോ. ഇനി കുറച്ച് ജോലിയും കൂടെ ഉള്ളൂ. ഇപ്പം തന്നെ ഒരുപാട് സമയം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ബാക്കിയുള്ളതും കൂടെ ഒതുക്കിയിട്ട് പോയി കിടക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പം തേങ്ങ തിരികിയത് കുഞ്ഞൻ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ 2 പാത്രങ്ങളായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതായത് രണ്ടെണ്ണത്തിൽ കൊള്ളാനുള്ളത് ഉണ്ടായിരുന്നു. 2 ഇതുകൊണ്ട് പാത്രത്തിലാക്കി ഫ്രീസറിനകത്ത് വെച്ച് അങ്ങനെ ഇരുന്നോളും. ഒരു പ്രശ്നവുമില്ല. അതും രാവിലെ എനിക്ക് ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മിക്സി കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ മറ്റേ ചെറിയ ബുള്ളറ്റ് മിക്സിയിൽ വേണം നമ്മളത് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് തേങ്ങയാണെങ്കിൽ ചമ്മന്തി അരയ്ക്കാനൊക്കെ അത് ഭയങ്കര പാടാണ്. പിന്നെ ഈ തേങ്ങ തിരികെ അപ്പോഴേ തന്നെ അല്ലാതെ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഐസായിട്ട് കട്ടിക്കിരിക്കുമല്ലോ. ആ തണുപ്പോടെ എടുത്ത് അരയ്ക്കാനാണെങ്കിൽ നല്ല പൊടിഞ്ഞ് നല്ല രീതിയിൽ ചമ്മന്തിയായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് തലേന്ന് തന്നെ ഈ തേങ്ങ തിരികെ വെച്ചത്. ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പോൾ അവിയലിനൊക്കെ ഒന്ന് ചതച്ചിടണമെങ്കിൽ തന്നെ നല്ല പാടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ നല്ലപോലെ നമുക്ക് കിട്ടുകയും ചെയ്യുമല്ലോ. പക്ഷെ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരയ്ക്കാനും വെള്ളം ഒഴിച്ച് അരയ്ക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടും. അതേപോലെ
പൊടിക്കുന്നതാണേലും നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും ആ മിക്സിക്കകത്ത്. പക്ഷേ ചതയ്ക്കുന്ന കാര്യം മാത്രമാണ് ഇച്ചിരി പാട് കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇതാ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് കഴുകിയൊക്കെ വെക്കുകയാണ്. എനിക്ക് വയ്യ തീരെ കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോയി ഒന്ന് കിടന്നോ മതി എന്നായിരുന്നു. അത്രയ്ക്ക് അങ്ങ് സമയവും ആയി, അങ്ങ് മുഷിഞ്ഞങ്ങ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നീട് വന്ന് ചെയ്യാമെന്ന് വെച്ചാൽ സമയം ഒരുപാടായി. അതുകൊണ്ട് പിന്നെ അങ്ങ് കൈയോടെ ഒതുക്കി വെച്ചിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞൻ തേങ്ങയിരീതിൻ്റെ അതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കായിരുന്നു. അവിടെ കിടന്ന ഉറുമ്പും കയറും, പിന്നെ ഈ പല്ലിയൊക്കെ കിടന്ന് നക്കിയെല്ലാം വൃത്തികേടാക്കി വെക്കും. അങ്ങനെ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാതെ പോയി കിടക്കാൻ എനിക്ക് സമാധാനം വരുത്തി. അതുകൊണ്ട് പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. കുഞ്ഞൻ പറയുമായിരുന്നു, നീ എന്തിനാ ഇപ്പം ക്ലീൻ ചെയ്യുന്നത്, നിനക്ക് ഇത്രയും വയ്യാണ്ടായില്ലേ, ഇനി ഇത്രയും സമയമായില്ലേ, രാവിലെ വന്ന് ക്ലീൻ ചെയ്യാം, ഇപ്പം പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനക്കേടാണല്ലോ. എനിക്ക് പിന്നെ ഉറക്കം വരുത്തേ ഇല്ല കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് പോയി കിടന്നാൽ. അതുകൊണ്ട് അങ്ങ് ക്ലീൻ ചെയ്ത് എടുക്കാമെന്നങ്ങ് വിചാരിക്കുകയായിരുന്നു. പിന്നെ കുറേ കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം കുറച്ച് പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം. സലീന സന്തോഷ്, ആയിഷ മോക്കും, ആമിയ മോക്കും, അംബിക ആറ്റിങ്ങൽ, റോസ്മേരി ജിനു, ശ്രീജാദേവിയുടെ മകളായ ഗൗരിക്കും, വിനീതയ്ക്കും, സോന കുക്കുവിനും, നിമ്മി രതീഷിൻ്റെ മക്കളായ നൈഗ, നൈവിൻ എന്നിവർക്ക് എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ചക്കരി ഉമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയെങ്കിലും പിന്നീട് ഇത് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതുണ്ടായിരുന്നു. ഒതുക്കി വന്നപ്പോഴത്തേക്ക് ഓരോന്ന് കാണുമല്ലോ, പിന്നെ ഇത് അതൊക്കെ ഒന്ന് വെച്ചു. പിന്നെ നമ്മൾ ഈ ഒരു പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കൂടെ ഞാൻ ഈ ഒരു വലിയ പാത്രത്തിനകത്താക്കി വെച്ചു. രാവിലെ കൊണ്ടുവന്ന് നമുക്ക് വെളിയിൽ കളയാം. ഇപ്പോൾ രാത്രിയിൽ അങ്ങനെ കളയുന്നത് ശരിയല്ല എന്ന് വീട്ടിൽ എപ്പോഴും പറയും കേട്ടോ അമ്മയൊക്കെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കളയാറില്ല. പിന്നെ എല്ലാം കൂടെ ഒരു കവർ വെച്ചിട്ട് എൻ്റെ മേളിൽ കൂടെ ഞാനൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പല്ലിയും പാറ്റയൊക്കെ കഴിക്കുന്ന ഫുഡാണെന്ന് ഇറങ്ങി വന്നിട്ട് ഭയങ്കര ശല്യമായിരിക്കും. പിന്നീട് എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയിലായി. കാരണം എനിക്ക് അത്രയ്ക്ക് തൊണ്ടവേദനയാണോ നടുവേദനയാണോ എന്ന് അറിയത്തില്ല, അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇനി കുനിഞ്ഞിട്ട് നൂരാൻ വയ്യ, അത്രയ്ക്ക് നല്ല നടുവേദന ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ പിന്നെ ആ വേദനകളെല്ലാം സഹിക്കുകയാണ്. അപ്പോൾ നാളെയാണ് നമ്മുടെ കുഞ്ഞൻ്റെ ഞാൻ കൊടുക്കാൻ പോകുന്ന നല്ലൊരു ഗിഫ്റ്റ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതാണ് എനിക്ക് വലിയൊരു ഗിഫ്റ്റായിട്ട് തോന്നിയത് തന്നെ. അപ്പോൾ അതെന്താണെന്ന് നാളെ കാണാം കേട്ടോ. പിന്നെ എല്ലാം ഒതുക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു 11:30 പിന്നെ ഞാൻ മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷായി എല്ലാം വന്നപ്പോഴത്തേക്ക് ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കിടന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ടാറ്റ.